ക്ഷമിക്കുക. ഞാൻ പറയുന്നത് കർത്താവേ, നീ എന്റെ ഹസ്ബൻഡിനെ സൗഖ്യമാക്കാൻ പറ്റത്തില്ലെന്ന് പറയരുത്. എന്റെ ഹസ്ബൻഡിനെ കർത്താവ് സൗഖ്യമാക്കാൻ പേര് പറയണം. അമ്മ എത്ര വർഷമായിരുന്നു വിഷയ, എന്താ ഇപ്പോൾ സംഭവിച്ചെന്ന് പറയണം. എൻ്റെ പേര് ലിജി. 40 വർഷമായിട്ട് എനിക്കൊക്കെ വീണിട്ട് എനിക്ക് നടുവേദന ഉണ്ടായതാണ് കല്യാണത്തിന് മുമ്പ്. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ചികിത്സ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. എന്നാലും ഞാൻ പോകുന്ന എന്തെങ്കിലും പണിയെടുക്കുമ്പോഴത്തേനും പിന്നെ വേദന. അതുപോലെ കാല് കുത്തി നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത്ര നേരെ അല്ല ഞാൻ നിൽക്കുന്നത്, എനിക്കറിയായിരുന്നു. ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ നട്ടൽ ഇങ്ങനെ നൂറ് ഇപ്പഴം വരെ ഇപ്പൊ ഞാൻ നേരെ നെറ്റിനെ അറിയാൻ അലർജി പോലെ എന്തോ ഉണ്ട്. അത് കുറച്ച് മാസങ്ങളായിരുന്നു ഉണ്ടായിട്ട്. അപ്പോൾ അത് മരുന്ന് കേൾക്കുമ്പോൾ കുറേ പിന്നെ അതുപോലെ തന്നെ വരും. എന്ത് കടിച്ചതാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആശുപത്രി ഓയിൽമെൻറ്റ് അത് കണ്ടിട്ട് അത് കേൾക്കുമ്പോൾ കുറേ പിന്നെ അതുപോലെ വരും. അപ്പോൾ അതിനുവേണ്ടി അത് പ്രാർത്ഥിച്ച് പോയത്. അന്നേരം അതിന് മുമ്പായിട്ട് എനിക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു താല്പര്യമുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനോട്, എൻ്റെ കൊച്ചുമോള്, അവള് 2 വയസ്സ് കഴിഞ്ഞ് 2 മാസം കൊണ്ടായി. പക്ഷേ ഇതുവരെ കുഞ്ഞ് ഏതാനും ചില വാക്കുകളല്ലാതെ ഒരു വാക്കുകൾ സംസാരിക്കുകയാണ്. വളരെ അങ്ങോട്ട് മാറിപ്പോയി. അവിടെ പ്രാർത്ഥിച്ചെടുത്തപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, നിന്റെ കുഞ്ഞ് ലോകത്തുള്ള എല്ലാ ഭാഷകളും സംസാരിക്കും, എല്ലാ ഭാഷകളും ഏത് ലോകം ഞാൻ ഏതൊക്കെ ഭാഷകളുണ്ടാകട്ടോ നിങ്ങൾ അറിയത്തില്ലാത്ത ഭാഷ പോലെ കുഞ്ഞ് സംസാരിക്കും. അന്യ ഭാഷ ഞാൻ അവിടെ മാറി കൊടുക്കും. ഈ സിസ്റ്റർ അന്നേരമാണോ താഴെ വീണേ? അതിനേക്കാളും സീരിയസ് ആയിട്ട് എൻ്റെ മോന് നട്ടിലിനകത്തെ മഞ്ഞ എന്ന് പറഞ്ഞ ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് ഈ ഭാഗത്തൊക്കെ ബൾജ് ചെയ്തിട്ട് അത് വെളിയിലേക്ക് വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് എൻ്റെ മോന് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയത് വളരെ ഭാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 8 മാസം ശേഷം എൻ്റെ മോന് ഭിത്തിയെ പിടിച്ച് പോയാൽ നടന്നു കയറിയിട്ട് വീട്ടിൽ വന്നു. എറണാകുളത്ത് മിന്നറ്റി ഡോക്ടറിൻ്റെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ നമ്മുടെ ജയ്സമൃഗത്തിൻ്റെ പ്രകാരമാണ് കൊണ്ടുപോയത്. അവിടെ മുന്നിൽ പൂർണ്ണ സൗഖ്യമായി. ഇന്ന് ഈ മാസം MRI എടുക്കുക, അടുത്ത മാസം കൂടെ ട്രീറ്റ്മെൻറ്റ് നിർത്താമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ഒരിക്കലും അവനെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരാളായിട്ട് മാത്രം എനിക്കൊന്ന് വളർത്താം. ഇന്നത്തെ മീറ്റിംഗിൽ നിന്ന് കർത്താവ് നമ്മളോട് വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റാത്ത, ആർക്കും സഹായിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ വിടിവിക്കാൻ ജീവനോടെ നമ്മുടെ സാക്ഷ്യം പറഞ്ഞത് 40 വർഷമായി ബുദ്ധിമുട്ടായപ്പോ ഇപ്പൊ പരിപൂർണ്ണ സൗഖ്യമായി. ഇപ്പൊ നേരെ അടിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി താഴ്ന്നു മുങ്ങിയാണ് ഞാൻ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സൗഖ്യം തിരിച്ചറിയാവുന്നവരെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ തിരിച്ചറിയാം വ്യക്തമായി.